ഹായ് ഹലോ നമസ്കാരം. ഞാൻ തുമ്പീസ് വ്ലോഗർ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റാണ് സീമ വിനീത്. ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ചേച്ചിയെ. എനിക്ക് ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞാൽ ട്രാൻസ്ജെൻഡേഴ്സിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു ചേച്ചി തന്നെയാണ് എനിക്ക് സീമ ചേച്ചി എന്ന് പറയുന്നത്. സീമ ചേച്ചിയുടെ എല്ലാ വീഡിയോസും ഞാൻ കാണുകയും ചെയ്യും, ഷോർട്സും കാണുകയും ചെയ്യും. എനിക്കെന്തോ ആ ചേച്ചിയോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ആ ചേച്ചിയെ മെനഞ്ഞാന്ന് ഒരു വീഡിയോസ് ഇട്ട് അതിനകത്ത് പൊട്ടിക്കരയുന്ന ഒരു വീഡിയോ ആണ് ഞാൻ കണ്ടത്. അപ്പം അവരുടെ കമ്മ്യൂണിറ്റിയിലുള്ളവർ തന്നെ അവരെ തകർക്കാനായിട്ട് പിന്നെ മോശമായ രീതിയിൽ സംസാരിക്കുന്നു എന്നിങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരുന്നു ആ ചേച്ചി കരഞ്ഞുകൊണ്ട് അതിനകത്ത് പറഞ്ഞത്. കാര്യം സീമ ചേച്ചി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റിനെ ചൊല്ലിയാണ് അവർക്കെതിരായിട്ട് കുറേ ആൾക്കാർ ഇതിനെ വിമർശിക്കുന്നത്. പക്ഷേ എനിക്ക് ആ ചേച്ചിയോട് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഒത്തിരി ആൾക്കാർ കമൻറ്റുകളെ ട്രോളുകയും ചെയ്യുന്നുണ്ട്, പൊങ്കാല ഇടുന്നുണ്ട്, ചേച്ചിക്കെതിരായിട്ട് പിന്നെ കുറേ യൂട്യൂബേഴ്സ് സംസാരിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അവർ കമ്മ്യൂണിറ്റിയിലുള്ളവരൊക്കെ എതിരെ നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുറേ ഞാൻ കുറേ ഇൻ്റർവ്യൂസ് ഓരോരുത്തർ ചെയ്യുന്നത് ഞാൻ കണ്ടു. പക്ഷേ എനിക്ക് ആ ചേച്ചി അങ്ങനെ അങ്ങനെ ചേച്ചി ഒരു തെറ്റായിട്ട് അങ്ങനെ പ്രവർത്തിക്കുമെന്നോ അങ്ങനെ സംസാരിക്കുമെന്നോ എനിക്ക് തോന്നുന്നില്ല. കാര്യം ആ ചേച്ചി ഒരുപാട് പേർക്ക് അന്നം നൽകുന്ന ഒരു ചേച്ചിയാണ്. കാര്യം ഒരുപാട് പേർക്ക് ഹോസ്പിറ്റലുകളൊക്കെ ആയാലും ഇഷ്ടം പോലെ ഫുഡ്, പൊതിച്ചോറ് കിട്ടുന്നതൊക്കെ വീഡിയോസ് ആയാലും ഇഷ്ടം പോലെ നമുക്ക് വീഡിയോയിലൂടെ മാത്രമേ ചേച്ചിയെ പരിചയമുള്ളൂ. ഒരുപാട് പേർക്ക് മേക്കപ്പ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇഷ്ടം പോലെ പേർക്ക് ആ മേക്കപ്പ് ചെയ്യുന്നതൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇഷ്ടത്തോടു കൂടി ആ ചേച്ചിയുടെ ഒരു വീട്ടിലൊരു അങ്ങനത്തെ പോലെ ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് ആ ചേച്ചി ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഒരു യൂട്യൂബ് ഫ്രണ്ടുണ്ട്. ആ ഫ്രണ്ടിൻ്റെ പേര് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ യൂട്യൂബിൽ പോകുന്നത്. അപ്പോൾ അവളുടെ അടുത്ത് ഞാൻ പറയുകയും ചെയ്തു, സീമ ചേച്ചിയെ കാണുമ്പം എൻ്റെ അന്വേഷണം പറയണേ എന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയ്ക്ക് ഇഷ്ടമാണ് ചേച്ചി എനിക്ക്. പക്ഷേ ആ ചേച്ചിയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ഓരോരുത്തർ പറഞ്ഞു നടക്കുമ്പോൾ നല്ല വിഷമമുണ്ട്. അങ്ങനെ ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് ആ ചേച്ചി പറയുന്നത് അവർ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഒരു അവരെക്കുറിച്ചുള്ള ഒരു പോസ്റ്റാണ് ആ ചേച്ചി ഇട്ടിരിക്കുന്നത്. കമ്മ്യൂണിറ്റിയുള്ളവരെ കുറിച്ചാണ് ആ ചേച്ചി ഇട്ടിരിക്കുന്നത്. അത് എത്രത്തോളം സത്യം കള്ളമെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ആ ചേച്ചി ഇട്ടിരിക്കുന്ന ആ പോസ്റ്റിൽ എന്തെങ്കിലും ഒരു ന്യായം കാണാതെ ചേച്ചി അങ്ങനെ ഇടത്തില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ അവരെ കമ്മ്യൂണിറ്റിയിലുള്ളവർ തന്നെ ചേച്ചിക്കെതിരായിട്ട് നിൽക്കുന്ന എന്താണെന്ന് എനിക്കറിയത്തില്ല. അതിനെക്കുറിച്ച് എതിരായിട്ട് കുറേ ആൾക്കാരെതിരായിട്ട് നിൽക്കുന്നു. എനിക്ക് ആ പോസ്റ്റ് കണ്ടിട്ട് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. അതിന് എന്തെങ്കിലും ഒരു കാരണം ഇല്ലാതെ ചേച്ചി അങ്ങനെ ഇടത്തില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാര്യം എന്ന് വെച്ചാൽ ഓരോരുത്തരെ സഹായിക്കുന്ന രീതിയിലായാലും കൂടുതലും ഞാൻ ആ ചേച്ചിയുടെ വീഡിയോസ് കണ്ടിട്ടുള്ളത് പിന്നെ എല്ലാവർക്കും ആഹാരം നൽകുന്നതാണ്. പൊതിച്ചോറ് കിട്ടുന്നതാണ്. ഒരുപാട് പേർക്ക് പൊതിച്ചോറ് നൽകുന്ന വീഡിയോസ് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ സഹായിക്കാനുള്ളൊരു മനസ്സ് ആ ചേച്ചിക്കുണ്ട്. ചേച്ചി ചെയ്യുന്ന ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം ചേച്ചി മറ്റുള്ളവർക്കും കൂടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് അവിടെ അതാണ് നല്ല മനസ്സിൻ്റെ ഉടമ. പിന്നെ അവരെക്കുറിച്ച് പറയും. പിന്നെ പിന്നൊരു വീഡിയോസിൽ മറ്റുള്ള ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അവരെ കമ്മ്യൂണിറ്റിയിലുള്ളവർ തന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. അപ്പോൾ പേരൊന്നും എനിക്ക് അറിയത്തില്ല, അവരുടെ ഒന്നും പേരൊന്നും അറിയത്തില്ല. ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ അവരെ കമ്മ്യൂണിറ്റിയിലുള്ളവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. എന്താ കാരണം ഒന്നും അറിഞ്ഞൂടാ. പക്ഷേ ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് വരാൻ കാരണം എനിക്ക് സീമ ചേച്ചി ഇഷ്ടമാണ്. അപ്പോൾ സീമ ചേച്ചി അങ്ങനെയൊന്നും പ്രവർത്തിക്കുന്ന ഒരാളല്ല, ആർക്കും എതിരായിട്ട് നിൽക്കുന്ന ഒരാളല്ല എന്നാണ് എൻ്റെ ശക്തമായ നിലപാടും എൻ്റെ ശക്തമായ വിശ്വാസവും. അപ്പോൾ ആ ചേച്ചിക്ക് ഒരു സപ്പോർട്ട് നൽകണം. എന്ന് വെച്ചാൽ ചേച്ചി ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഇഷ്ടം പോലെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരെല്ലാം ചേച്ചിയുടെ കൂടെ കാണും. അവർ കമ്മ്യൂണിറ്റിയിലുള്ളവർ കുറച്ച് പേരെങ്കിലും തിരിഞ്ഞ് നിന്നാൽ പോലും ചേച്ചിയുടെ കൂടെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ, നല്ലവരായ സുഹൃത്തുക്കൾ, ചേച്ചിയുടെ കൂടെ നിൽക്കുന്ന വീഡിയോസ് കാണുന്ന കൂട്ടുകാർ, അങ്ങനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാർ കാണും. പിന്നെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന അവരെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് വിളിക്കുന്നത്. അതോ ഇഷ്ടമില്ലാത്തത് കൊണ്ട് അവരെ വിളിക്കുന്നത്? അവരെ നല്ല ഇഷ്ടത്തോടു കൂടി തന്നെ ഇല്ല, അവരെ റെസ്പെക്റ്റ് ചെയ്ത് തന്നെയാണ് ഓരോ ഉദ്ഘാടനത്തിന് പോലും വിളിക്കുന്നത്. ഓരോ
എന്നുവെച്ചാൽ കല്യാണത്തിനൊക്കെ ഒരുക്കുന്നത്, അങ്ങനെയൊക്കെ ഓരോ എന്താണ് വർക്കൊക്കെ വരുന്നത്. അപ്പോൾ അവരെ അതെന്താണ് വിളിക്കുന്നത്, അവരെ വർക്ക് ഇഷ്ടപ്പെട്ടോ അവരെ ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ. അന്നേ പിന്നെ അവർക്ക് നമുക്ക് മാറ്റി നിർത്തിയാൽ പോലെ. അവർ ട്രാൻസ്ജെൻഡറാണ്, അതുകൊണ്ട് അവരെ വിളിക്കേണ്ട ഒരുക്കാൻ, അവരെ ഒരുക്കുകൊള്ളാം. പക്ഷേ അങ്ങനൊന്നും അല്ലല്ലോ. അവരെ നമ്മുടെ ഒരു കൂട്ടത്തിലായിട്ട് കൂട്ടി അങ്ങനെ അംഗീകരിച്ചത് കൊണ്ടല്ലേ അവരെ അങ്ങനെ വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിഷ്ടമാണ് ആ ചേച്ചിയെ. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് കാണുന്നത്, എങ്ങനെയാണ് ഓരോരുത്തരുടെ രീതി എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ ഒരു മനോഭാവവും എൻ്റെ ഒരു വിശ്വാസവും ഞാൻ ഇവിടെ പങ്കുവച്ചെന്നേ ഉള്ളൂ. ആ ചേച്ചിയോടുള്ള വിശ്വാസവും ആ ചേച്ചിയെ അങ്ങനെ ആർക്കും എതിരായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്ന് ഒരു വിശ്വാസം, അതാണ് ഞാനിവിടെ പങ്കുവച്ചത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എനിക്കിത് വന്ന് നിങ്ങളോടൊക്കെ പറയണമെന്ന് തോന്നി. അപ്പോൾ ഓക്കെ, താങ്ക് യു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. സീമ ചേച്ചി എവിടെയെങ്കിലും വെച്ച് ചേച്ചിയെ കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ കൊല്ലം ഡിസ്ട്രിക്റ്റാണ് എൻ്റെ സ്ഥലം. കൊല്ലം ഡിസ്ട്രിക്റ്റിലാണ് എൻ്റെ പ്ലേസ്. അപ്പോൾ എവിടെയെങ്കിലും കൊല്ലത്ത് വെച്ച് ചേച്ചിയെ കാണണം, ഒരു ഉദ്ഘാടനത്തിനെങ്കിലും എനിക്ക് ചേച്ചിയെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ സീമ ചേച്ചിക്ക് വേണ്ടി ഇത്രയെങ്കിലും എനിക്ക് പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കാര്യം ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു ചേച്ചി ആയതുകൊണ്ട് എനിക്ക് ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനമില്ല ചേച്ചി. അതുകൊണ്ടാണ് കേട്ടോ. മറ്റുള്ളവരാരും ഒന്നും വിചാരിക്കേണ്ട. എനിക്ക് ചേച്ചിയെ അത്രത്തോളം റെസ്പെക്റ്റ് ചെയ്യുകയും വിശ്വാസം ഉള്ളതും കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നത്. അതേപോലെ എനിക്കൊരു ഇഷ്ടമുള്ളൊരു വ്യക്തി തന്നെയാണ് സൂര്യ ചേച്ചി. സീമ ചേച്ചി ഇഷ്ടമുള്ളത് കണക്കൊരു അതേപോലെ തന്നെ ഇഷ്ടമുള്ള വ്യക്തിയാണ് സൂര്യ ചേച്ചി. അപ്പം പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ.